എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമൽ സീരീസിൻ്റെ എപ്പിസോഡ് 49. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ എൽഡർ ക്യൂ വന്ന് സംസാരിക്കുകയാണ്. 2 ദിവസമായിട്ട് മാച്ച് ചെയ്ത് 13 പേര് ബാക്കിയുണ്ട്. റാൻഡമായിട്ട് എടുക്കുന്ന 6 പേര്, അവർ 3 പേര് മാച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ടോപ്പ് 7 ആയിട്ട് ആ 7 പേരെയും എടുക്കും. ഇതിൽ വരുന്ന 3 വിജയിക്കുന്നവർ ബാക്കിയായിട്ടുള്ള 3 പേരായിട്ടും തീരുമാനിക്കും. അങ്ങനെ പറയുകയാണ്. ഇത് എങ്ങനെ എന്ന് യൂണർ ചോദിക്കുമ്പോൾ ശിവയാതിന് ലക്ക് ഒരു വിധത്തിൽ സ്ട്രെങ്ത് അതിനേക്കാൾ മുകളിലാകും. ഫസ്റ്റ് മാച്ച് ഹാവോ മോ എന്നൊരാളാണ്. അവന്റെ വിൻഡ് കൾട്ടിവേഷനാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. ശിവയാൻ ഇത് ഓൾറെഡി അറിയില്ല, വിൻഡ് മിസ്റ്റിക് ക്ലൗഡ് സെറ്റിലൊക്കെ ഓക്കെ. എന്നാൽ മോ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. അവൻ വന്ന് നിൽക്കുന്നു, പിന്നെ ഫൈറ്റ് തുടങ്ങി. അവന്റെ ഒരു ഷീൽഡ് പോലെ അല്ല, ഒരു ബ്ലേഡ് പോലെ ഉള്ളത് വിൻഡൊക്കെ വെച്ചാണ് സംഭവം. അത് അറ്റാക്ക് ചെയ്യുവാണ്. അത് ഹാവോന് നേരെ എറിയുന്നു. ആ വരുന്നത് ഹാമർ വെച്ച് തട്ടി മാറ്റുന്നു. എന്തൊക്കെ പറഞ്ഞാലും അത് വളരെയധികം കഷ്ടപ്പെടുന്നതും കാണാം. അങ്ങനെ മുന്നോട്ട് പോവാണ്. ഈ സമയത്ത് ലിൻഷുവ മോ അവന്റെ ഡോക്കി അത് വളരെ കൂടുതൽ ഉപയോഗിച്ചാണ് ഈ സ്കില്ല് യൂസ് ചെയ്യുന്നത്. 10 അറ്റാക്ക് മാത്രമാണ് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ അവനെ അടിച്ചിടാൻ കഴിയും. എന്നാൽ ഇവൻ സ്ട്രോങ് റാങ്ക് കോമ്പറ്റീഷനിൽ ടോപ്പ് 10 ഉണ്ടായിരുന്നവനാണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് 10 അറ്റാക്ക് തടയാൻ കഴിയില്ല. അതേപോലെ തന്നെ അവൻ്റെ 4-5 അറ്റാക്ക് തന്നെ ഹാവ കഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. പിന്നെ ഒരു ഡൗക്കി ആർമറൊക്കെ ഇട്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ആ വന്ന എല്ലാം തടഞ്ഞിട്ട് തിരികെ ഒരു അറ്റാക്ക് അതിൽ വീഴുവാണ്. അങ്ങനെ ആ മാച്ച് ഹാവ ജയിച്ചു. രണ്ടാമത് സിയാനും എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അല്ലാതെ കഴിഞ്ഞ ദിവസം മാജിക് ബീസ്റ്റിനെ കൊടുക്കാൻ പറ്റില്ല, ഇപ്പോൾ കൊടുക്കും. ഇവർക്കാണെങ്കിൽ ടെൻഷൻ, കാരണം അവളെ അടിച്ചിട ഇവിടെയുള്ള ആർക്കും തന്നെ കഴിയില്ല. ഓപ്പോണന്റിനെ വിളിക്കുമ്പോൾ അവ അവിടെ ഇല്ല. സിയോയിന് അപ്പോഴാണ് ഹാവോ അവന് വയറ്റിന് സുഖമില്ല, ഇപ്പൊ പോയതുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ ഫ്രണ്ട് അത് ഗീവ് അപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ സിയോൻ വിത്തൗട്ട് മാച്ചിൽ വിജയിച്ചു. ടോപ്പ് 10 ഉള്ളിൽ ഒരു സ്ഥാനത്ത് കയറി. ഇനി ഒരു മാച്ച് കൂടി. അതാരാണെന്ന് നോക്കുമ്പോഴാണ് വിചാരിച്ചതുപോലെ തന്നെ സിയാനും ക്യുവാനും ഫേക്കാണെങ്കിൽ ഹാപ്പിയായി. അവന് ഇപ്രാവശ്യം തോൽപ്പിക്കും എന്ന് പറഞ്ഞ് ഫസ്റ്റ് എൽഡറിന് പോലും പ്രതീക്ഷയില്ല. കാരണം യുങ് വളരെയധികം സ്ട്രോങ് ആണ് എന്നത് അറിയാവുന്നത് കൊണ്ടാകണം. സിയാനാണെങ്കിൽ അവള് വീക്കാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം എന്നവല യൂണർ ബെസ്റ്റ് കാണിക്കാൻ പറഞ്ഞ് വിട്ട് അവരോട് അരീനയിലേക്ക് വരാനായിട്ട് പറയുമ്പോൾ കിങ് ആദ്യമേ തന്നെ ചെല്ലുവാണ്. പിന്നെ ഷിയോയിന് വന്ന് അവനോട് ഞാൻ നിന്റെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ എൻ്റെ മൗണ്ടൻ സ്പിയർ അത് ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നില്ല, നിന്നിൽ അതുപോലെ ആകുമെന്ന് നോക്കാം. ഷിയോനാണെങ്കിൽ അത് പുറത്തെടുക്കുന്നത് കണ്ടിട്ടേ ഈ മാച്ച് തീരൂ എന്ന് പറഞ്ഞ് ഗ്രീൻ ലോട്ടസ് ചേഞ്ച് അതെടുത്തു നേരെ വരുന്ന ആ റൂളർ വെച്ച് അടിക്കുകയാണ്. അത് തടയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ചുറ്റുമുള്ളവർക്കാണ് ഫീൽ ചെയ്യേണ്ടി വന്നത്. എങ്കിലും അവരെ തള്ളി മാറ്റിയിട്ട് അവ പിന്നെ റെഡി ആ റൂളർ എടുത്ത് എറിഞ്ഞ് എന്നിട്ട് മറ്റൊരു വശത്തോടെ സ്പീഡിന് വന്ന് അടിക്കാനായിട്ട് നോക്കുന്നു. ക്യുങ്ങിന് പോലും ആ സ്പീഡിൽ ഞെട്ടിപ്പോയി. അപ്പോൾ ആ റൂളർ പിടിക്കുന്ന സമയത്താണ് സിയുവേൻ പിറകെ. അത് കാണാത്തപ്പം സിയുവേൻ അടിച്ചാൽ നോക്കി എന്നാൽ അത് പിടിക്കുകയാണ്. ഒക്ടാഡി സ്മാഷ് വെച്ചാണ് അടിക്കാൻ നോക്കിയത്. ഒരു സ്പെഷ്യൽ ടെക്നിക്ക് അത് യൂസ് ചെയ്ത് പ്രതിരോധിച്ചു. എന്നാൽ ഡാർക്ക് എനർജി അത് ഉപയോഗിച്ച് തട്ടിയകറ്റി. എല്ലാവരും ആണെങ്കിൽ ഷോക്കായി പോയി. കാരണം ക്യുവാനല്ല ക്യുങ്ങിനെയൊക്കെ ഇങ്ങനെ അടിച്ചിടാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ട്. എങ്കിലും ക്യുങ്ങാണെങ്കിൽ ഒരു കൊല ചിരിച്ചിരിച്ചിട്ട് ഒരുപാട് പവർ എടുത്തു എന്ന് അവർ തമ്മിലുള്ള ഫൈറ്റ്, നമ്മൾ കാണാതിരുന്ന ഫൈറ്റ് അത് തുടങ്ങാൻ പോവാണ്. ക്യുങ്ങിന്റെ അറ്റാക്ക് എല്ലാം ശിവൻ നന്നായിട്ട് കിട്ടുന്നുണ്ട്. തിരികെ കൊടുക്കുന്നത് എന്നാൽ അത് തടയുകയാണ്. അതിന് കാരണം അവർ തമ്മിലുള്ള ഡൗക്കി ലെവലിൽ തന്നെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കൾട്ടിവേഷൻ അങ്ങനെയാണ്. എന്നിരുന്നാലും ചിലതൊക്കെ കൊടുക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം ക്ലോസ് കോമ്പാറ്റ് ആ സ്ഥലം തന്നെ ചെറുതായിട്ട് ഷേക്കാകാനും തുടങ്ങി. അങ്ങനെ നിൽക്കുകയാണ്. ഷിയോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഡൗക്കി ആർമർ ഇടുന്നത്. അതുകൊണ്ട് അവരുടെ ആർമർ അത് കിങ്ങിന്റെ സ്ട്രെങ്തിനേക്കാൾ മുകളിലാകുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ആ ആർമർ പൊട്ടിക്കാനായിട്ടാണ് പിന്നെ നോക്കുന്നത്. അങ്ങനെ ഒരുപാട് നേരം അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ആർമർ വീക്കായി പൊട്ടിപ്പോകാൻ തുടങ്ങി. അവസാനം പൊട്ടുകയും ചെയ്തു. ഈ സമയത്തൊക്കെ ഫേക്ക് ആണെങ്കിൽ ജയിക്കുമെന്ന എക്സ്ട്രീം കോൺഫിഡൻസിലുള്ള ഡയലോഗാണ്. എന്നാൽ പെട്ടെന്നാണ് അവർ വളരെ ശക്തമാകാൻ തുടങ്ങുന്നത്. നോക്കുമ്പോൾ അവൻ ബുദ്ധ ലോട്ടസ് അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ക്യുങ് വന്ന് അപ്പോൾ തന്നെ പിറകിലോട്ട് പോയി. എന്നാൽ ശിവൈൻ ആ ബുദ്ധ ലോട്ടസ് അത് ഉണ്ടാക്കിയെടുത്തിരുന്നു. അത് നേരെ വിടുകയും അവന്റെ അടുത്തെത്തിയപ്പോൾ പൊട്ടിക്കുകയും ചെയ്തു. അവിടെ ഒരു താമര വിരിഞ്ഞു. എന്തായെന്ന് നോക്കുവാണ്. ലിൻഷു വേണമെങ്കിൽ ശിവൈൻ സ്ട്രോങ് ആണ്. എന്നാൽ ക്യുങ്ങിന്റെ ഡൗക്കി ലെവൽ വെച്ച് അങ്ങനെ പെട്ടെന്ന് വീഴാൻ ചാൻസ് ഇല്ല. അവൻ നോക്കുമ്പോൾ കിങ്ങിന് പരിക്ക് പറ്റി. എങ്കിലും വലിയ കുഴപ്പമില്ല. അതിന് കാരണം സ്ട്രോങ് റാങ്കിങ് കോമ്പറ്റീഷനിൽ ടോപ്പ് 3 ഉള്ളവൻ അത്ര പെട്ടെന്ന് വീടില്ലല്ലോ. കിങ് ആദ്യമായിട്ടാണ് പിന്നെ മൗണ്ടൻ ബ്രേക്ക് സ്ഫിയർ അത് എടുക്കുന്നത്. അതിന്റെ പവർ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. സ്ട്രോങ് റാങ്കിങ്ങിൽ ലിൻഷുവാനായിട്ട് മത്സരിച്ച പോലും ഈ സ്കില്ലിന് ഉപയോഗിച്ചിട്ടില്ല. നിനക്കെതിരെയാണ് ആദ്യമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ലെവൽ ടെക്നിക്കാണ്. അവർക്ക് എല്ലാവർക്കും അതിൽ അതിശയം. സിയോയാനാണെങ്കിൽ ശരി,
ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവന് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഒരു റോളർ ടെക്നിക്ക്. അതുകൊണ്ട് ഒരു എർത്ത് ലെവൽ ടെക്നിക്കോ എന്ന് പറഞ്ഞ് അവിടെ ഉള്ളൊരു ഹാവാണെങ്കിൽ ഒരുപാട് സീക്രട്ട് അവ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവരെ ഡൗക്ക് ഇപ്പോൾ 10 മടങ്ങായിട്ട് കൂട്ടി എന്നത് എൽഡർ ക്യൂ അങ്ങനെ മനസ്സിലായി. ക്യുങ് അവൻ്റെ എക്സ്ട്രീം പവർഫുള്ളായ ഗ്രേറ്റ് റിഫ്റ്റ് സ്കില്ല് അത് ഉപയോഗിക്കുമ്പോൾ തിരികെ ഷിയോയിൻ ഉപയോഗിക്കുന്നത് ആ ക്രോസ് ആണ്. യുൻഷാനെതിരെ പ്രയോഗിച്ച ആ ക്രോസ് അത് രണ്ടും കൂടി ചേർന്ന് വരുന്നു. അത് തമ്മിൽ ഏറ്റുമുട്ടി എന്താകും എന്നറിയാൻ വേണ്ടി എല്ലാവരും രണ്ടുപേരും ഒരുപാട് ഡൗക്ക് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അവരും വീക്കായി വീഴുവാണ്. എന്നാൽ ആ 2 എക്സ്ട്രീം പവർ ഒരുമിച്ചിരുന്ന ഒരു അത്യുഗ്രം പവറായിട്ട് മാറി. അതിൻ്റെ എഫക്റ്റ് എന്നത് ആ സ്ഥലം തന്നെ വിറപ്പിക്കാനായിട്ട് തുടങ്ങി എന്ന് പറയാം. അത് രണ്ടും കൂടി ചേർന്നത് കാരണം അതിൻ്റെ പവർ എന്നത് വളരെയധികം ആണ്. അതാണെങ്കിൽ വലുതാകാനും തുടങ്ങി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് തന്നെ പൊട്ടിത്തെറിച്ച് താഴേക്ക് വീഴുമ്പോൾ അതെല്ലാം തടയാനായിട്ട് അവിടെ ഉള്ളവർ അതവിടെ മുഴുവൻ ഇല്ലാതാകും എന്ന് മനസ്സിലായതോടെ എൽഡർ ക്യൂയാനാണെങ്കിൽ സ്പേസ് ലോഗ് എന്നൊരു സ്കില്ല് അത് ഉപയോഗിക്കണം. അതിനുള്ളിൽ അതിനെ ട്രാപ്പാക്കി എന്നിട്ട് മറ്റൊരു ഡയമെൻഷനിലേക്ക് വിട്ടു. എന്നാൽ അതിലൊരു ചെറിയൊരു ഡ്രോപ്പ് അത് ഷിയോയാനി ക്യുങ്ങിൻ്റെ അടുത്തേക്കാണ് പോയത്. യൂണർ കണ്ടപാടെ പോകുന്നു. എൽഡർ ക്യൂയാനും ചെല്ലുന്നു. ഒരു ഡ്രോപ്പ് തന്നെ ആ വലിയൊരു എക്സ്പ്ലോഷനായിട്ട് മാറി. നോക്കുമ്പോൾ ഷിയോയാനെ എടുത്തു വെച്ചേക്കുന്ന യൂണർ അവന് ബോധമില്ലാത്തത് കൊണ്ട് ചോദിക്കുമ്പോൾ പേടിക്കണ്ട, അവരുടെ ബോഡി ഞാൻ സീൽ ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എങ്കിലും ഷിയോയാനി ക്യുങ്ങിൻ്റെ റിസൾട്ട് രണ്ടുപേരും ഒരുമിച്ച് ഒപ്പത്തിനൊപ്പമാണല്ലോ, അതുകൊണ്ട് തന്നെ വിജയമാരാണെന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഈ മാച്ചിൽ രണ്ടുപേരും ടൈ ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ടോപ്പ് 10 കയറിയെന്ന് പറയുന്നു. ഇനി ഒരു മാച്ച് കൂടിയുണ്ട്, ആർക്കെങ്കിലും മാച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആർക്കും തന്നെ ധൈര്യമില്ല. എന്നാൽ യൂണർ ഷിയോയാനിനൊരു വാക്ക് കൊടുത്തിരുന്നു അവളുടെ ടാലൻറ്റ് അത് കാണിക്കുന്നത്. അത് ഓർത്തിട്ട് അവൾ കൊണ്ട് എന്ന് പറയുവാണ്. ഓപ്പണൻ്റ് ആയിട്ട് ലിൻഷുവിനെയാണ് വിളിക്കുന്നത്, 2ാമത്തെ റാങ്കുള്ളവന്. എല്ലാവർക്കും അതിശയം. എങ്കിലും അവന് വന്നു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ അറ്റാക്ക് അത് തുടങ്ങി. യൂണറിൻ്റെ കഴിവ് അവൻ കണ്ടിട്ടില്ലല്ലോ, മാച്ച് തുടങ്ങി. എന്നാൽ എല്ലാ തവണ പോലെ അല്ലാതെ യൂണർ വളരെയധികം പവർഫുൾ ആയതുപോലെ പെട്ടെന്ന് വന്ന അറ്റാക്ക് അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ലിൻഷോ പാടുവിടുന്നു. ലക്കിനൊക്കെയാണ് രക്ഷപ്പെടുന്നതെന്ന് പറയാം. എന്നിട്ട് സോഡ് എടുത്ത് അത് എറിയുമ്പോൾ അതെല്ലാം തിരികെ വിടുകയാണ്. എല്ലാം സിമ്പിളായിട്ട് തടഞ്ഞു. അത് തിരികെ വിട്ടു അതെല്ലാം തട്ടി മാറ്റിയിട്ട് ലിൻഷോ ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കില്ല് അത് യൂസ് ചെയ്തു. ഒരു വലിയ സോഡ് അത് നേരെ വിടുമ്പോൾ യൂണർ അതും സിമ്പിളായിട്ട് ഒരു ചെറിയ പവറിൽ തന്നെ അത് എതിർക്കണം. എന്നിട്ട് ബ്രേക്ക് ചെയ്ത് അടുത്ത മൂവ് എടുക്കാൻ വന്നതും അവൻ്റെ കഴുത്തിൽ കത്തിവെച്ചു. അത്രേ ഉള്ളൂ. ടോപ്പ് 2 നിൽക്കുന്ന ലിൻഷോ എന്നെ സിമ്പിളായിട്ട് തോൽപ്പിച്ചു. എല്ലാവരും ഇത് എന്താണ് വാട്ടാ, ഇപ്പോൾ എന്താ നടന്നത് എന്ന രീതിയിൽ ഫെയ് പോലും ഇവിടെ ഇത്ര സ്ട്രോങ് എന്ന് പറഞ്ഞ അതിശയം. ഈ സ്ട്രെങ്തിൽ സിയാനെ വരെ എതിർക്കാൻ കഴിയും എന്ന് ലിൻഷോ പറയുവാണ്. എന്നിട്ട് കോമ്പറ്റീഷനിൽ ചേരരുന്ന് ചെയ്യുമ്പോൾ അവൾക്കതിന് ആഗ്രഹമില്ല. ഷിയോയന് അവളൊരു ഷൈനായിട്ട് കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഫൈറ്റ് ചെയ്തത്. എന്നാൽ അത് കാണാൻ ഷിയോയന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു പോന്നു. അത് കഴിഞ്ഞ് യൂണർ അവളെ തിരികെ കൊണ്ടുപോകാൻ കുറച്ചുപേര് വരും എന്ന് പറഞ്ഞാൽ അവരും വരുന്നത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ടീംസ് ആണെങ്കിൽ ഷിയോയൻ ഉണരാൻ വേണ്ടിയായിട്ട് കാത്തിരിക്കുകയാണ്. 3 ഡേയ്സ് ആയിട്ട് അവ ഉണരുന്നില്ല. കൾട്ടിവേഷൻ തന്നെയാണ്. ഇനി ഒരു ലെവൽ കൂട്ടാനാണോ നോക്കുന്നത് എന്നത് ചോദിക്കുകയാണ്. യൂണറാണെങ്കിൽ ആ ഫൈറ്റ് ഒരുപാട് ഡൗക്കി പോയി. എങ്കിലും വലിയ പരിക്ക് പറ്റിയില്ല. കുറച്ചുകൂടി ടൈം എടുക്കും. അവരോട് പോകാനായിട്ട് പറയുവാണ്. അവർ ഓക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ലിൻഷോ ഷിയോനെ കാണാനായിട്ട് നിൽക്കുന്നത്. അത് പറയുന്നത് ഇപ്പോൾ ടൈമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് വരാനായിട്ട് പറയുമ്പോൾ എന്തോ അർജന്റാണ്. അവിടെ മീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ലിൻഷോ ഹാവോ അവർ വെയിറ്റ് ചെയ്ത് അവസാനം അവർ വരുന്നു. അപ്പോൾ തന്നെ അവൻ നോർമലായി. യൂണറാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു പിൽസ് കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ കഴിയും, വേറൊന്നുമില്ലെങ്കിൽ ശരി എന്ന് യൂണർ പറഞ്ഞു പോകുന്നു. അവളോട് അവന് ക്രഷായതുപോലെ അവനും ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നു. സിയാനാണെങ്കിൽ അവൻ്റെ നെരുപ്പ് കണ്ടിട്ട് അവളോട് ക്രഷായതുപോലെ. എന്നാൽ അവളുടെ കണ്ണാണെങ്കിൽ ഷിയോയിൻ്റെ എന്തവസ്ഥയുടെ ഷിയോയിൻ്റെ റൂമിലെത്തി അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പാസ്റ്റിൽ ചെറുപ്പമായിരുന്ന സമയത്ത് അവർ ഒരുമിച്ച് കളിച്ചത്, ട്രെയിൻ ചെയ്തത് അതൊക്കെ ആലോചിക്കണം. അതുപോലെ തന്നെ വലുതായപ്പോൾ അവരുടെ ഓരോ മൂമെൻറ്റ്സ് ചെറുപ്പം മുതൽ വളരുന്നത് വരെ ഇത്രയും എത്തിയപ്പോൾ മുതൽ വരെ അവരെങ്ങനെ വഴിയിലൂടെ സഞ്ചരിച്ചത് എങ്ങനെയായിരുന്നു എന്നൊക്കെ എല്ലാം ആലോചിച്ച് നിൽക്കുന്ന യൂണറിനാണെങ്കിൽ അവനോട് അത്രയധികം ഇഷ്ടമുണ്ട്. എന്നാൽ അത് അവനെ ഇതുവരെയായിട്ട് അറിയില്ല. എന്തിരുന്നാലും അതങ്ങനെ പോകുന്നു. പെട്ടെന്നാണ് ആ സ്ഥലം ഷേക്കാകാൻ തുടങ്ങി. ഷിയോയിന് ഉണരാൻ പോയാണ് എന്നത് മനസ്സിലായി. അവൾ ഹാപ്പി. എന്നാൽ പെട്ടെന്നാണ് ഒരു ബ്ലാക്ക് കളറിനുള്ള എന്തോന്നും ഒമിറ്റ് ചെയ്ത്. അതാകട്ടെ ഡാർക്ക് എനർജി പോലെ അത് അവിടെ മുഴുവൻ വ്യാപിക്കുന്ന സമയം യൂണർ സിമ്പിളായിട്ട് അതില്ലാതാക്കി. ഷിയോയാന് കണ്ണു തുറന്ന് അവനോട് കാര്യമൊക്കെ ചോദിക്കുന്നു. അവൻ്റെ ലെവൽ 1 കൂടി ഡൗ സ്പിരിറ്റ് 5 ആയി. അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ട്രെയിഞ്ച് ആയത് വന്നു എന്ന് പറയുമ്പോൾ അത് ഫയർ പോയിസൺ ആകണം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും എന്ന് പറയുകയാണ്. അവൻ എന്തായെന്ന് ചോദിക്കുമ്പോൾ അവന് ടോപ്പ് 10 കയറി. ടൈ ആയതുകൊണ്ട് ഇനി രണ്ടുപേരും ടോപ്പ് 10 കയറി. എന്നിരുന്നാലും അതിൽ കയറിയ സന്തോഷം അവനുണ്ട്.
ഇനി ബ്ലേസൺ ടവറിൽ പോയിട്ട് ട്രെയിൻ ചെയ്യണം, അതിനു മുമ്പ് കുറച്ച് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ അവളും ഓക്കെ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.